കുളിച്ച് ഫ്രഷായി പതുപോലെ താഴേക്ക് വരുമ്പോൾ അന്നത്തെ യാത്ര ഓഫീസിലേക്കല്ല, ആമി ഉള്ളിടത്തേക്ക് മതിയെന്ന തീരുമാനത്തിലായിരുന്നു റയാൻ. കാരണം എന്ത് ചെയ്തിട്ടായാലും അവളെ തിരികെ കൊണ്ടുവരണമെന്ന് അവൻ തീർച്ചപ്പെടുത്തിയിരുന്നു അപ്പോഴേക്കും. മമ്മി! ഹാളിലേക്ക് വന്നിട്ടും ആരുടെയും അനക്കമൊന്നുമില്ലെന്ന് കണ്ട് കിച്ചണിലേക്ക് നോക്കി വിളിച്ചെങ്കിലും മറുപടിയൊന്നും കിട്ടാതെ അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു റോബിന്റെ കാർ ഗേറ്റ് കടന്നു വന്നത്. അതിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ടതും അവൻ ഇവരിതെവിടെ പോയിട്ട് വരുവാണെന്ന അർത്ഥത്തിൽ പുരികം ചുളിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. പയ്യെ ഇറങ്ങും മമ്മി. നിങ്ങളിതെവിടെ പോയതാ? മമ്മിക്കെന്നാ ഒരു ക്ഷീണം പോലെ? കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂബിയെ ശ്രദ്ധയോടെ പിടിച്ചിറക്കുന്ന ജെസ്സിയെ നോക്കി നിന്നുകൊണ്ടായിരുന്നു റയാന്റെ ചോദ്യം. പോയ കാര്യമൊന്നും പറയണ്ട. ഞാൻ രാവിലെ താഴോട്ടിറങ്ങി വന്നപ്പോൾ മമ്മി സ്റ്റെയറിന്റെ താഴെ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. വീണപ്പഴം കണ്ട് തലയും പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാ പറ്റിയതാ മമ്മി? മമ്മി എങ്ങനെയാ വീണത്? ഓ, BP ലോ ആയതാടാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീ ഇറങ്ങാറായോ? റൂബി ചിരിക്കാൻ ശ്രമിച്ചു. ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ നിങ്ങൾ വന്നേ. ഇന്നെല്ലാരും പുറത്തുനിന്ന് കഴിക്ക്. ഒന്നും ആയില്ലല്ലോ ഇതുവരെ. ജെസ്സിയെ കൊണ്ട് തന്നെ എല്ലാം കൂടെ പറ്റത്തില്ല. അതാന്നോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മമ്മി ചെന്ന് കിടക്കാൻ നോക്ക്. ഓർമ്മയുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞത്, നല്ല റെസ്റ്റ് വേണം. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്കെങ്കിലും ഇതുവഴി ഓടിച്ചാടി നടക്കാതെ പോയി കിടക്കാൻ നോക്ക്. ഞാനേതായാലും ഇന്ന് ലീവാ. ജെസ്സി അവരെ നിർബന്ധിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മമ്മിക്ക് പെട്ടെന്നെന്താ പറ്റിയതെന്നുള്ള ആലോചനയിലായിരുന്നു റയാൻ. റെഡിയായി വന്നതായിരുന്നെങ്കിലും ഹോസ്പിറ്റലിൽ പോയ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കൂടി ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയായിരുന്നു റയാൻ പോകാനിറങ്ങിയത്. അതുമാത്രമല്ല, ഈ അവസ്ഥയിൽ തൽക്കാലം ആമിയെ തിരികെ കൊണ്ടുവരാൻ പോകണ്ട എന്നുറപ്പിച്ച് അവൻ ഓഫീസിലേക്ക് തന്നെയായിരുന്നു പോയത്. കാരണം ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് നേർവഴിക്ക് അവളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്നും ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നും അവന് ഉറപ്പായിരുന്നു. റൂബിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ ഇവിടെ വന്ന ശേഷം തങ്ങൾ തമ്മിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവരെ വേദനിപ്പിച്ചാലോ എന്ന തോന്നലായിരുന്നു തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന തീരുമാനത്തിലേക്ക് അവനെ എത്തിച്ചത്. പക്ഷേ അവനു മുന്നേ അവന്റെ ജീവിതം പ്ലാൻ ചെയ്യുന്ന മറ്റു ചിലർ കൂടെയുണ്ടെന്ന് ആ നേരത്ത് അവൻ അറിഞ്ഞതേയില്ല. ഡി ക്രിസ്റ്റി, ദാ ആ വരുന്നതാ നിന്റെ കുച്ചായനെ മൂപ്പിച്ചോണ്ടിരിക്കുന്ന പീസ്. കോളേജ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നടന്നു വരുന്ന കുട്ടികൾക്കിടയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സേറ പറഞ്ഞതും ക്രിസ്റ്റി വേഗം അവിടേക്ക് നോക്കി. ജാസ്മിനും കീർത്തിക്കുമൊപ്പം എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന ആമിയെ കണ്ടതും എന്തുകൊണ്ടോ ക്രിസ്റ്റിയുടെ കണ്ണുകൾ നീർഗോളങ്ങളായി. താൻ ഇഷ്ടപ്പെടുന്നവന് മോഹം തോന്നുന്നത് ആ നടന്നു വരുന്നവളോടാണല്ലോ എന്ന നിരാശയായിരുന്നു അതിന് കാരണം. ഇച്ചാനെ കുറ്റം പറയാൻ പറ്റൂല അല്ലേടി? എന്ത് സുന്ദരിയാ! ആമിയെ തന്നെ നോക്കി നിന്നുകൊണ്ട് അവൾ പറയുന്നത് കേട്ടപ്പോൾ സേറയ്ക്ക് കലി സഹിക്കാൻ കഴിഞ്ഞില്ല. മാങ്ങാത്തൊലി! ഇനി എൻ്റെ കീഴിൽ നിന്ന് ഇമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, സത്യമായിട്ടും ചവിട്ടി ഞാൻ റോഡിൽ കളയും, പറഞ്ഞേക്കാം. പിന്നെൻ്റെ ജോച്ചന് നിന്നെ വലിയ കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ക്ഷമിക്കുന്നേ. ഇനി കുഞ്ഞു പെങ്ങളെ ചവിട്ടിയെന്നും പറഞ്ഞ് അങ്ങേരെന്നെ കളഞ്ഞിട്ട് പോയാലോ? പല്ല് കടിച്ചു പൊടിച്ചുകൊണ്ടുള്ള സേറയുടെ പറച്ചിൽ കേട്ട് ക്രിസ്റ്റി നേർമയായൊന്ന് പുഞ്ചിരിച്ചു. റീജോയുടെ കൂട്ടുകാരൻ ജോയലിനെ അവൻ പോലും അറിയാതെ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നവളാ തന്നോട് ഇതൊക്കെ പറയുന്നതെന്നോർത്തായിരുന്നു അവളുടെ ആ ചിരി. എന്തു അടി കിണിക്കുന്നേ? അല്ല, ജോച്ചൻ കെട്ടിയില്ലേ, കെട്ടിത്തൂങ്ങിച്ചാകാൻ നിൽക്കുന്ന നീയാണല്ലോ എന്നെ പ്രേമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കിടന്ന് തുള്ളി വിറയ്ക്കുന്നതെന്നോർത്ത് ചിരിച്ചു പോയതാ. അയ്യോടി, അത് രണ്ടും കൂടി നീ അങ്ങ് ഒന്നിച്ചു തൂക്കാൻ നോക്കല്ലേ. പെണ്ണുങ്ങളെ വെറും ശരീരങ്ങൾ മാത്രമായി കാണുന്ന സ്വന്തം ഇച്ചായൻ മിന്നുകെട്ടിയ പെണ്ണിനെ പോലും കഴപ്പ് തീർക്കാൻ വേണമെന്ന് പറഞ്ഞു നടക്കുന്ന ആ വൃത്തികെട്ടൻ ഇവിടെ കിടക്കുന്നു, എൻ്റെ ജോച്ചൻ ഇവിടെ കിടക്കുന്നു. അമ്മയും പെങ്ങളെ പോലും തിരിച്ചറിയാത്ത ചെറ്റ. പറഞ്ഞതും നിലത്തേക്ക് കാർക്കിച്ച് തുപ്പിയിരുന്നു സേറ. അത് കണ്ടതും ക്രിസ്റ്റിയുടെ ഹൃദയം പിടഞ്ഞു. അവൾ പറയുന്നതൊക്കെ നേര് തന്നെയാണ്. പക്ഷേ അതൊന്നും തൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് സ്വയം പുച്ഛം തോന്നുന്നുണ്ടായിരുന്നു. എന്തു പറ്റി എൻ്റെ പെമ്പറന്നോത്തിക്കൊരു വാട്ടം പോലെ? ക്ഷീണമുണ്ടോ? രാവിലത്തെ പത്രവായനയൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് വരുമ്പോൾ കട്ടിലിൽ ചാരി കണ്ണടച്ചിരിക്കുകയായിരുന്ന റോബിയുടെ തലയിലെ കെട്ടിലൂടെ പതിയെ തലോടിക്കൊണ്ട് പോൾ ചോദിച്ചു. ക്ഷീണമുണ്ട്, പക്ഷേ ശരീരത്തിനല്ല, മനസ്സിനാ. എനിക്കൊന്ന് പള്ളിയിൽ പോണോ ഇച്ചായ? കർത്താവിൻ്റെ മുന്നിലൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലേ ഒരു സമാധാനം കിട്ടൂ. നമുക്കൊന്ന് പോകാം ഇച്ചായ. അരികിൽ നിന്ന് പോളിന്റെ മുഖത്തേക്ക് നോക്കി ഒരപേക്ഷ പോലെയായിരുന്നു റൂബി അത് പറഞ്ഞത്. എന്തുകൊണ്ടോ ആ നേരത്തവരെ നിരാശപ്പെടുത്താൻ തോന്നാഞ്ഞിട്ടെന്ന പോലെ അദ്ദേഹം സമ്മതഭാവത്തിൽ തലയനക്കി. എന്നാ ഞാൻ റെഡിയാവട്ടെ? അതുവരെ ഉണ്ടായിരുന്ന വാട്ടമൊക്കെ മറന്നതുപോലെ ഉത്സാഹത്തോടെ എണീറ്റ് റെഡിയാകാൻ പോകുന്ന റൂബിയെ നോക്കിയൊന്ന് നെടുവീർപ്പയച്ചുകൊണ്ട് പോൾ ബെഡിലേക്കിരുന്നു. അധികം വൈകാതെ തന്നെ അവരിരുവരും റെഡിയായി പള്ളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. പോളും റൂബിയും കൂടി പള്ളിയിലെത്തുമ്പോൾ അവിടെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. നീ പോയേച്ചും വാ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും കാറിന്റെ ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് പോൾ പറഞ്ഞു. ഒറ്റയ്ക്കല്ല,
എനിക്കിന്ന് ഇച്ചായൻ്റെ കൂടെ ആ അൾത്താരയിൽ മുട്ടുകുത്തണം. പോൾ വലിക്കാനായി എടുത്ത സിഗരറ്റ് പാക്കറ്റ് തിരികെ വെപ്പിച്ചുകൊണ്ട് പറഞ്ഞ് റൂബിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പെയുള്ള തൻ്റെ പെണ്ണിനെയായിരുന്നു അയാൾക്ക് കാണാൻ കഴിഞ്ഞത്. മക്കളും കുടുംബഭാരവുമൊക്കെ തലയിൽ കയറിയ നേരത്തെപ്പോഴോ തങ്ങൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ പ്രണയമായിരുന്നില്ലേ ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ടത്. പഴയ 23കാരിയുടെ കുഞ്ഞു വാശിയല്ലേ ആ സ്വരത്തിൽ മുഴച്ചു നിന്നത്. ഒരു നേർത്ത പുഞ്ചിരിയോടെ ആലോചിച്ചുകൊണ്ട് പോൾ അവളുടെ കൈ ചേർത്ത് പിടിച്ച് മുകളിലേക്കുള്ള പടവുകൾ കയറാൻ തെല്ല് ബുദ്ധിമുട്ടുന്ന റൂബിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ പോളും അതുവരെ മനസ്സിലുണ്ടായിരുന്ന ഭാരങ്ങൾ മുഴുവൻ മറന്നിരുന്നു. ഹൃദയം നിറച്ചും തൻ്റെ പാതിയായവൾ മാത്രമായിരുന്നു. മെഴുകുതിരികളാൽ അലങ്കൃതമായ കുന്തരിക്കം മണക്കുന്ന അൾത്താരയിലൂടെ തിരുസ്വരൂപത്തിന് മുന്നിലേക്ക് നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ അവളുടെ കൈ പിടിച്ച തിരുമുന്നിലേക്ക് വന്നതും ആ കഴുത്തിൽ മിന്നു ചാർത്തിയതുമൊക്കെയായിരുന്നു പോളിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. ആ ഓർമ്മകൾ പോലും അയാളുടെ ഹൃദയത്തെ സുഖമുള്ളൊരനുഭൂതിയായി പൊതിഞ്ഞു. ഇച്ചായ, ഒരുമിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ശേഷം റൂബി വിളിക്കുന്നത് കേട്ട് പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി. നമുക്ക് ചെന്നാ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാം. അതിനവളെ അവിടെ കൊണ്ടാക്കിയത് റയാനല്ലയോ? അതിനിടയ്ക്ക് നമ്മൾ. പോൾ വാക്കുകൾ പാതിയിൽ നിർത്തി. ഇച്ചായൻ പിന്നെ എന്നാ ഇങ്ങനെ പറയുന്നേ? ഇത്രയൊക്കെ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? അവര് നമ്മളോട് പറഞ്ഞതൊന്നുമല്ല സത്യമെന്ന്. അവരെ അടുക്കാൻ വേണ്ടിയല്ല ഇച്ചായ, എന്നേക്കുമായി അകലാൻ വേണ്ടിയാ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അത് പാടില്ല ചായ. നമ്മുടെ മോൻ മിന്നുകെട്ടിയ പെണ്ണാ അവള്. അവള് ജീവിക്കേണ്ടത് നമ്മുടെ വീട്ടില, അതും റയാന്റെ പെണ്ണായിട്ട്. അത് നടക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളിതിൽ ഇടപെട്ടേ പറ്റൂ. റൂബി നിർബന്ധം പോലെ പറഞ്ഞതും പോളാകെ ധർമ്മസങ്കടത്തിൽപ്പെട്ട മട്ടായിരുന്നു. കൊച്ചേ, പക്ഷേ റയാന്റെ സ്വഭാവം നിനക്കറിയത്തില്ലയോ? അവനൊരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. അതിൽ നമ്മൾ ഇടപെട്ടാൽ? വേണ ഇച്ചായ, ഇല്ലെങ്കിൽ കർത്താവ് പൊറുക്കുകയില്ല. റയാൻ മിന്നുകെട്ടിയ പെണ്ണാ അവള്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണീരും കയ്യുമല്ലാതെ വല്ലതും ഉണ്ടായിരുന്നോ അതിന്? ഈ ഞാൻ പോലും റീജോ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് ഉള്ളിൽ വെറുപ്പൊളിപ്പിച്ചുകൊണ്ടല്ലേ അതിനോട് ഇടപെട്ടത്. അതിനൊക്കെ എനിക്ക് പരിഹാരം ചെയ്യണം ഇച്ചായ. നമ്മുടെ വീട്ടിന്റെ ദുഃഖം മാത്രമല്ല, സ്നേഹവും അവൾ അറിയണം. അങ്ങനെ പതിയെ പതിയെ അവരുടെ മനസ്സും ഒന്നാവണം. അതൊക്കെ നടക്കണമെങ്കിൽ അവൾ ഇവിടെയും അവൻ അവിടെയുമായിട്ട് നിന്നാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നേ അതിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന്. നമുക്ക് പോയി നോക്കാം. റൂബി പറഞ്ഞതൊക്കെ പൂർണ്ണമായും ശരിയാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പതിയെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ശേഷം റൂബിയെയും പിടിച്ചെണീപ്പിച്ചു. ശേഷം കുരിശടിയിലും സെമിത്തേരിയിലും പോയി പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങുമ്പോൾ നേരെ ആമിയുടെ വീട്ടിലേക്ക് പോകാനായിരുന്നു അവരുടെ തീരുമാനം. ഓഫീസിലിരുന്നിട്ടും റയാന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. ആമിയോട് ചെയ്തും പറഞ്ഞു പോയ തെറ്റുകൾ അവനെ അത്രമേൽ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. കുറ്റബോധം കൊണ്ട് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നിയതും ആമിയെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാതെ തന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കുകയായിരുന്നു. അതിനൊരു മാർഗം ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു അവന്റെ മനസ്സിലേക്ക് സ്റ്റെഫിന്റെ മുഖം കടന്നു വന്നത്. പെട്ടെന്ന് വല്ലാത്തൊരാശ്വാസം തോന്നിയതുപോലെ അവൻ തിടുക്കപ്പെട്ട് കാറിന്റെ കീയുമെടുത്ത് പുറത്തേക്ക് നടന്നു. മുറ്റത്തൊരു കാറ് കയറി വരുന്നത് കണ്ടുകൊണ്ടായിരുന്നു പൂർണിമ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആരായിരിക്കും വന്നതെന്നുള്ള ആകാംക്ഷയോടെ അവർ നോക്കി നിൽക്കെ തന്നെ കാറിൽ നിന്ന് പോളും റൂബിയും ഇറങ്ങി. അന്തം വിട്ട് നിൽക്കുന്ന പൂർണിമയെ നോക്കി റൂബി പുഞ്ചിരിച്ചെങ്കിലും അവരതേ നിൽപ്പ് തന്നെ തുടർന്നതേയുള്ളൂ. ആത്മികയില്ലേ? തെല്ല് സങ്കോചത്തോടെയായിരുന്നു റൂബിയുടെ ചോദ്യം. ഇല്ല, മോള് കോളേജിൽ പോയി തുടങ്ങി. എന്തൊക്കെയോ സംഭവിച്ചെന്ന് കരുതി അവളുടെ ഭാവി തുളയ്ക്കാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ അമ്പരപ്പ് മാറിയതും ഉള്ളിലെ മുഷിവ് പ്രകടമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു പൂർണിമയുടെ സംസാരം. അത് പോളിനും റൂബിക്കും വ്യക്തമാവുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും എത്രയൊക്കെ മോശമായ പെരുമാറ്റം ഉണ്ടായാലും അതൊക്കെ തങ്ങൾ അർഹിക്കുന്നത് തന്നെയാണെന്ന തിരിച്ചറിവിൽ മൗനമായി നിന്നതേയുള്ളൂ അവരിരുവരും. ഞങ്ങൾ വന്നത് നന്ദനോടും പൂർണിമയോടും പിള്ളേരുടെ കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. നന്ദേട്ടൻ ഇവിടെ ഇല്ല, ഓഫീസിൽ പോയേക്കുവാ. ഞാൻ വേണേ നിങ്ങൾ വന്ന കാര്യം വിളിച്ചു പറയാം. പറഞ്ഞിട്ട് അകത്തേക്ക് നടങ്ങാൻ തുടങ്ങിയ പൂർണിമ പെട്ടെന്ന് നിന്നിട്ട് അവരെ തിരിഞ്ഞു നോക്കി. അതെ, അകത്തേക്ക് ഇരിക്കാം. ഞാൻ നന്ദേട്ടനെ വിളിച്ചു നോക്കട്ടെ. ഒരല്പം മയത്തിൽ പറഞ്ഞിട്ട് അവർ വീണ്ടും അകത്തേക്ക് തന്നെ പോയി. എന്താടാ ഈ വഴിയൊരു വരവ്? തനിക്കെതിരെ ഇരുന്ന് മുന്നിലിരിക്കുന്ന കോഫിയിലേക്ക് വെറുതെ കണ്ണയച്ചിരിക്കുന്നവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് സ്റ്റെഫിൻ ചോദിച്ചു. ഒന്നുമില്ല, ഇതുവഴി പോയപ്പോൾ നിന്നെ കൂടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്തേ, പറ്റില്ലേ? പറ്റും. പക്ഷേ നിന്റെ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാണെന്ന് വിശ്വസിക്കാൻ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. സ്റ്റെഫിൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഓ, നീ വിശ്വസിക്കണ്ട. ഇതിലേ പോയപ്പോൾ കൂട്ടുകാരനല്ലേ, കോപ്പല്ലേ, ഒന്ന് കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ചു പോയി. അതെന്റെ തെറ്റ്. ഇനി ആ തെറ്റ് പറ്റത്തില്ല. പോരെ? നീ അങ്ങ് പോകല്ലേ, ഇരിക്ക്. ഗർവിച്ച് എണീറ്റു പോകാൻ തുടങ്ങിയവനെ തടഞ്ഞുകൊണ്ട് സ്റ്റെഫിൻ പറഞ്ഞു. പിന്നെ
നീ കുറേ നേരമായല്ലോ കുത്തും കോളും വെച്ച് പറയാൻ തുടങ്ങിയിട്ട്. അത് ചുമ്മാതൊന്നുമല്ലല്ലോ മോനെ. നീ എൻ്റെ പേരും പറഞ്ഞ് ആ പെണ്ണിനെ കാണാൻ വന്നതാണെന്ന് എനിക്കറിഞ്ഞൂടെ? എന്നാടാ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാൻ ഒക്കുന്നില്ലേ നിനക്ക്? എടാ, നിന്നോട് ഞാൻ പറഞ്ഞു മതിയാക്കാൻ. ഏത് നേരത്താണോ എന്തോ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്. റയാൻ പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഓക്കെ ശരി, നീ എന്നെ കാണാൻ വന്നതാ. പറ, എന്തിനാ എൻ്റെ മോൻ വന്നേ? അത് അത് പിന്നെ പെട്ടെന്ന് സ്റ്റെഫിൻ അങ്ങനെ ചോദിച്ചതും റയാൻ മറുപടിയൊന്നും കിട്ടാതെ ഒന്ന് വിക്കി. എന്നാടാ നീ ഇരുന്ന് മുക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേടാ കോപ്പേ, ഞാൻ ചുമ്മാ കയറിയെന്നേ ഉള്ളെന്ന്. ആ, അതിന് നീ ഇങ്ങനെ ചൂടാവുന്നത് എന്നാത്തിനാ? എടാ ഉവ്വേ, അവള് നിന്റെ കെട്ടിയോളല്ലേ. അവളെ നിനക്കൊന്ന് കാണണമെന്ന് തോന്നിയാൽ തെറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നീ ഏറ് പിടുത്തമൊക്കെ വിട്. അവളെ നീ കെട്ടിയെന്നറിഞ്ഞിട്ട് പോലും ഈ കോളേജിലുള്ള മിക്കവാറുമുള്ള ആൺപിള്ളേരും മൊത്തം അവളുടെ പിന്നാലെയാ. അപ്പോൾ പിന്നെ കെട്ടിയവനായ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും കുട്ടാ. നിന്റെ പെണ്ണായോണ്ടാ, അല്ലേ ഈ പറയുന്ന ഞാൻ പോലും ഒന്ന് നോക്കിപ്പോയേനെ. നിർത്തട കോപ്പേ അവൻ്റെ ഒരു തൊലിഞ്ഞ തമാശ. സ്റ്റെഫി പ്ലീസ്, നിനക്കിതൊക്കെ തമാശയായിരിക്കും. പക്ഷേ ഞാൻ സകല പിടിയും വിട്ട് നിൽക്കുക. പക്ഷേ അത് നീ ഉദ്ദേശിക്കുന്നത് പോലൊന്നുമല്ല. അവളെ ഒന്ന് കാണാതെ പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നതും. പക്ഷേ അതൊന്നും അവൾ അറിയരുത്. അറിഞ്ഞാൽ അവളെൻ്റെ മുഖത്ത് കാറിത്തുപ്പും. അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ. വികാരാധീനനായി റയാൻ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ പതിയെ സ്റ്റെഫിൻ്റെ മുഖത്ത് ചിരി മാഞ്ഞു. താൻ അറിഞ്ഞതിനും കണ്ടതിനും അപ്പുറം മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനെ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായതും സ്റ്റെഫിൻ പതിയെ എണീറ്റവൻ്റെ അരികിലേക്ക് ചെന്നവൻ്റെ തോളിൽ പതിയെ തൊട്ടു. എടാ അളിയാ, എനിക്ക് അവളുടെ കാര്യത്തിൽ തെറ്റ് പറ്റിപ്പോയടാ. എൻ്റെ അനിയൻ്റെ സ്വഭാവം നന്നായി അറിയാമായിരുന്നിട്ട് കൂടി ഞാൻ വിചാരിച്ചു അതിൻ്റെ പേരിൽ ഞാൻ അവളോട് പെരുമാറിയതൊന്നും ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയാത്തതുപോലെയാ. പക്ഷേ ഇപ്പോൾ അവൻ്റെ നാവിന്ന് തന്നെ ഞാനെല്ലാം അറിഞ്ഞടാ. തുടർന്ന് ആമിയെ ആദ്യം പരിചയപ്പെട്ടത് മുതൽ റീജോയിൽ നിന്ന് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത് വരെയുള്ള എല്ലാ കാര്യങ്ങളും റയാൻ സ്റ്റെഫിനോട് പറഞ്ഞു. എല്ലാം കേട്ട് സ്റ്റെഫിനും ആകെ അന്തം വിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേടാ, ആ കൊച്ചിനോടുള്ള അവൻ്റെ പെരുമാറ്റം ശരിയല്ലെന്ന്. അത് ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതിന് സമാനമായിട്ട് അവൾ അവൻ്റെ കരണത്തൊരെണ്ണം കൊടുക്കുകയും ചെയ്തതാ. താൻ ആമിയെ പരിചയപ്പെട്ട ദിവസം ആമിയും റീജോയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഓർത്തുകൊണ്ട് സ്റ്റെഫിൻ പറഞ്ഞു. എല്ലാവർക്കും എല്ലാം അറിയായിരുന്നടാ. എനിക്ക് മാത്രം ഒന്നും മനസ്സിലായില്ലെന്നല്ല, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്ന് പറയുന്നതാ നേര്. അവളെ ആദ്യം കണ്ട സാഹചര്യം കൊണ്ട് തന്നെ അവളെപ്പറ്റി എനിക്കൊരു മുൻധാരണ വന്നു പോയിരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. റോണയും എന്നോട് പറഞ്ഞതാ സത്യമറിയാതെ എടുത്തു ചാടരുതെന്ന്. പക്ഷേ ഞാൻ പോട്ടടാ അളിയ, പറ്റിയത് പറ്റി. ഇനിയിപ്പോൾ നീ ഇങ്ങനെ വിഷമിച്ചിട്ടെന്നാ ചെയ്യാനാ? പശ്ചാത്താപത്തേക്കാൾ വലിയ പാപപരിഹാരം എന്നതാടാ? സ്റ്റെവിൻ അവനെ ആശ്വസിപ്പിച്ചു. അല്ലേലും പൂർണ്ണമായി നിന്നെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടവളെ തെറ്റിദ്ധരിക്കുന്നതൊരു പുതുമയാണോ? പിന്നെ ആ കൊച്ചു തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് പിന്നീടുള്ള നിന്റെ പെരുമാറ്റവും വാക്കുകളും അവളെ വേദനിപ്പിച്ചു. അതിന് നീയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? അല്ല, ഇപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? എല്ലാം മറന്ന് അവൾക്കൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങുമല്ലേ? സ്റ്റെഫിന്റെ ചോദ്യം കേട്ട് റയാൻ ആത്മനിന്ദയോടെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ തെളിഞ്ഞ് അവന്റെ നിരാശയിലേക്ക് നോക്കി നിൽക്കെ സ്റ്റെഫിനും വിഷമം തോന്നുന്നുണ്ടായിരുന്നു. പുതിയൊരു ജീവിതം, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല സ്റ്റെഫി. നടക്കാൻ മേലാത്തതെന്നാ? നീ മിന്നുകെട്ടിയ പെണ്ണല്ലയോ അവൾ. പിന്നെ അവളുടെ കൂടെ ഒരു ജീവിതം നടക്കാത്തതെന്താ? മിന്നു കെട്ടിയത് കൊണ്ട് മാത്രം ആരും ഭർത്താവാകില്ല സ്റ്റെഫി. അവൾക്ക് എന്നോടുള്ളത് ഭയവും വെറുപ്പും മാത്രമാണ്. താലി കെട്ടിയത് മുതൽ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞ് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്ര നോവിച്ചിട്ടും വിഷമിപ്പിച്ചിട്ടുമുണ്ട് ഞാൻ അവളെ. ഒരു പെണ്ണെന്ന നിലയിൽ അവളുടെ ആത്മാഭിമാനത്തെ പോലും കീറി മുറിച്ചു എനിക്കൊപ്പം ഇനിയുമൊരു ജീവിതത്തിന് അവൾ തയ്യാറാകുമെന്ന് നീ കരുതുന്നുണ്ടോ? റയാൻ ചോദിക്കുമ്പോൾ സ്റ്റെഫിയുടെ മനസ്സിലും അതേ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അവന്റെ മനസാക്ഷി അതിന് നൽകിയ മറുപടിയും ഇല്ല എന്ന് തന്നെയായിരുന്നു. പിന്നെന്താ നിന്റെ പ്ലാൻ? കൂടുതൽ പ്ലാനൊന്നുമില്ല, അതിനുള്ള അർഹതയുമില്ല. പക്ഷേ അവളെ എങ്ങനെയെങ്കിലും തറവാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണം എനിക്ക്. കളരിക്കലെ റയാൻ പോളിന്റെ പെണ്ണെന്ന സർവ്വ അധികാരത്തോടെയും അവളാ വീട്ടിൽ ജീവിക്കുന്നത് എൻ്റെ പുന്നാര അനിയൻ കാണണം. അത് മാത്രമേ ഉള്ളൂ തൽക്കാലം എൻ്റെ മനസ്സിൽ. ബാക്കിയൊക്കെ പിന്നെ. റയാന്റെ പറച്ചിൽ കേട്ട് സ്റ്റെഫി പുരികം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെന്ന് പറഞ്ഞാൽ? പിന്നത്തെ കാര്യമൊക്കെ പിന്നല്ലേ. ഇപ്പൊ തൽക്കാലം അവൾ അവിടെ വേണമെന്ന് മാത്രമേ എനിക്ക്. അതിനിടയിൽ അവളോട് ചെയ്തുപോയ തെറ്റുകളൊക്കെ എനിക്ക് അവളോട് പരിഹാരം ചെയ്യണം. അത് കഴിഞ്ഞ് അവൾ തീരുമാനിക്കട്ടെ അവളുടെ ജീവിതം എങ്ങനെ വേണമെന്ന്. ഒരു വേർപിരിയൽ തന്നെയാണ് അവൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ അതിന് തയ്യാറാകും. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറയുന്നവനെ നോക്കിയിരിക്കുമ്പോൾ സ്റ്റെഫിനും പറയാനൊരു മറുപടി ഉണ്ടായിരുന്നില്ല.
പക്ഷേ വിധി ചേർത്ത് വെച്ച അവരെ എന്നും അങ്ങനെ തന്നെ കാണാൻ കഴിയണേ എന്നവൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോയിരുന്നു.